ഹലോ ബ്യൂട്ടിഫുൾ കാനഡയുടെ വേറൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുറച്ച് ബിഹൈൻഡാണ്. വീഡിയോ എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും സമയം കിട്ടാത്തതുകൊണ്ട് കുറച്ച് ബിഹൈൻഡാണ്. അപ്പം ഇത് ഞാൻ ട്രിപ്പ് പോകുന്നതിൻ്റെ തലേന്ന്, അതായത് ജനുവരി 1 ഞങ്ങൾ ട്രിപ്പ് പോയത്. വീഡിയോ എടുത്തത് ഡിസംബർ 31 അന്നത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാനൊരു പിച്ചിപ്പൊട്ട് ചിക്കനും പിന്നെ ഒരു പഫ്സും കൂടെ ഉണ്ടാക്കിയിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ഗീ റൈസും ഉണ്ടാക്കി. അതെല്ലാം കൂടി ആയിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പം കുറച്ച് ഫുഡൊക്കെ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ റൂമിലിരുന്ന് അതൊക്കെ കഴിച്ച് എൻജോയ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എല്ലാ പ്രാവശ്യം പോകുമ്പോഴും കുറച്ച് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പം ആ പിച്ചിപ്പോട്ട് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പാനിനകത്ത് കുറച്ച് ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തത്. കുറച്ച് അധികമായിപ്പോയി, 2 കിലോ എടുത്തു പോയായിരുന്നു. അത് ശരിക്കും അത്ര വേണ്ടിയില്ലായിരുന്നു. അപ്പം അത് കുറച്ച് ചിക്കൻ ബ്രസ്റ്റ് കുറച്ച് സോൾട്ടും ടെർമറിക്കും പെപ്പറും ഇട്ട് വേവിക്കുന്നതാണ് കേട്ടോ ഈ അടുപ്പത്ത് കാണുന്നത്. അപ്പം അത് നന്നായിട്ട് വെന്തതിന് ശേഷം നമുക്ക് അതിനകത്ത് വെള്ളമൊന്നും ഒഴിക്കണ്ട, ജസ്റ്റ് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. എന്നിട്ട് അത് വേവിച്ച് കഴിഞ്ഞ ശേഷം അതിൻ്റെ സ്റ്റോക്ക് മാറ്റി വെക്കണം. ഇത് എന്നിട്ട് വേറൊരു പാൻ എടുത്തിട്ട് ആ ചിക്കൻ ഇങ്ങനെ പിച്ചി അതിനകത്തിടണം, എല്ലാ ചിക്കനും കൂടെ. എന്നിട്ട് കുറച്ച് മുളക് പൊടിയും, അതായത് ഞാൻ 2 മുളക് പൊടി എടുത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലിയും റെഗുലർ ചില്ലി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് രണ്ടും കൂടെ ജസ്റ്റ് മിക്സ് ചെയ്ത് കുറച്ച് കോക്കനട്ട് ഓയിലും കൂടെ ഒഴിച്ചിട്ട് ജസ്റ്റ് നന്നായിട്ടിങ്ങനെ കുറച്ചൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് സോട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇളക്കി അതങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഡീപ്പ് ഫ്രൈ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. ഞാനിപ്പോൾ ഒരു ഷാലോ ഫ്രൈ പോലെയാണ് ചെയ്തത്, ടൂ മച്ച് ഓയിൽ ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം ഞാൻ എന്താണ് ടെർമറിക്ക്, പിന്നെ പെപ്പർ, പിന്നെ എന്താണ് കൊറിയാണ്ടർ, മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി, 2 കാശ്മീരി ചില്ലിയും മറ്റേ മുളക് പൊടി എല്ലാം നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. എല്ലാ പ്രാവശ്യം നാട്ടിൽ പോയി വരുമ്പോൾ ഒരു 2-3 കിലോ ഒക്കെ കൊണ്ടുവരും. കാരണം നമുക്ക് പിന്നെ അവിടുന്ന് നല്ലപോലെ കഴുകി ഉണക്കി പൊടിച്ചൊക്കെ കൊണ്ടുവരാമല്ലോ. അപ്പം എൻ്റെ അമ്മയാണ് അതിൻ്റെയൊക്കെ ആൾ. അപ്പം ഞാൻ അവിടെ പോയിട്ട് അവിടെ നിന്ന് എല്ലാ പ്രാവശ്യവും നാട്ടിൽ നിന്ന് കൊണ്ടുവരും. ഈ പ്രാവശ്യം പോയപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ പച്ചമുളകില്ലേ, അത് കൊണ്ടുവന്നു ഫ്രീസ് ചെയ്തിരുന്നു. പിന്നെ കറിവേപ്പില അതൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒരു ഫ്രീസറിൽ വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് വീണ്ടും ഈ പിച്ചിപ്പോട്ട ചിക്കൻ്റെ റെസിപ്പിയിലേക്ക് പോകാം. ഈ ചിക്കൻ ഇങ്ങനെ നല്ലപോലെ എനിക്കൊരു 3-4 ഒരു ട്രിപ്പ് പിന്നെ വേണ്ടി വന്നു. കാരണം എനിക്ക് കുറച്ച് അധികം എടുത്തു പോയതുകൊണ്ട് ഒരു 3-4 ട്രിപ്പായിട്ട് ഞാൻ പിന്നെ ഇതിങ്ങനെ സോട്ട് ചെയ്ത് ഫ്രൈ ചെയ്ത് എടുത്തു. അത് കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഞാൻ ഫിലിം ചെയ്തു, അതെന്തോ ആഡ് ആയില്ല. അപ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ റെസിപ്പി പറഞ്ഞുതരാം കേട്ടോ. അപ്പം ഇത് എല്ലാ ചിക്കനും നമുക്ക് ആവശ്യമുള്ള ചിക്കൻ അത്രയും ഫ്രൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ ഒരു പരന്ന പാനിനകത്ത് ഇങ്ങനെ കുറച്ചെടുത്ത് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ എല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും സെയിം പാൻ തന്നെയാണ് ഞാൻ യൂസ് ചെയ്തത്. അതിനകത്തോട്ട് കുറച്ച് കോക്കനട്ട് ഓയിൽ എടുത്തിട്ട് ഒരു 3-4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിനകത്തോട്ട് ഇടണം. എന്നിട്ട് കോക്കനട്ട് ഓയിൽ ഇട്ടിട്ട് നന്നായിട്ട് സോട്ട് ചെയ്യണം. ഈ ഗാർലിക് ഓൾമോസ്റ്റ് ഒരു ബ്രൗൺ കളറാകുന്ന വരെ നന്നായിട്ട് ചെയ്യണം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് ഒരു 4 സവാള ഞാൻ പിന്നെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തിട്ടാണ്. അപ്പോൾ വലിയ കഷ്ണങ്ങളാക്കി ഇടരുത്, ചെറുതായിട്ട് തിന്നായിട്ട് സ്ലൈസ് ചെയ്തിടണം. അപ്പോഴേ അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. എന്നിട്ട് അതിനകത്തോട്ട് ജിഞ്ചർ ഇട്ടില്ല. ജിഞ്ചർ ഇടാഞ്ഞെന്ന് വെച്ചാൽ പിന്നെ കുട്ടികൾക്കൊന്നും അത്ര ഇഷ്ടമല്ല ജിഞ്ചറിൻ്റെ ടേസ്റ്റ്, അതുകൊണ്ട് ജിഞ്ചർ ഇടാഞ്ഞാണ്. അപ്പോൾ ഈ സവാള നല്ലപോലെ ഇളക്കി ഒരു ട്രാൻസ്പെറൻറ്റ് കളറാകുന്നവരെ നന്നായിട്ട് ഇളക്കണം. ചെറിയ തീയിൽ വെച്ചിട്ട് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് സോട്ട് ചെയ്ത് മൂടി വെച്ച് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് ചെയ്താൽ മതി. കുറച്ച് സമയം എടുത്തിട്ട് കരിഞ്ഞു പോകാതെ നോക്കണം കേട്ടോ. അപ്പോൾ സവാള ഓൾമോസ്റ്റ് ആകുമ്പം അതിനകത്തോട്ട് പിന്നെയും കുറച്ച് മഞ്ഞൾ, പിന്നെ 2 മുളക് പൊടിയും കൂടെ, അതായത് റെഗുലർ ചില്ലിയും കാശ്മീരി ചില്ലിയും, പിന്നെ കുറച്ച് ഉപ്പ് നോക്കിയിട്ട് പിന്നെ ആഡ് ചെയ്താൽ മതി, എന്നാലും കുറച്ച് ഉപ്പും കൂടി ഇടുക. പിന്നെ പെപ്പർ, ഗരം മസാല, എന്നിട്ട് അതിനകത്തോട്ട് ചിക്കൻ ഫ്രൈ ചെയ്തത് ആഡ് ചെയ്യുക കേട്ടോ. അതായത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ചിക്കൻ വേവിക്കുമ്പോൾ മാറ്റി വെച്ച സ്റ്റോക്കില്ലേ, അതും കൂടെ അതിനകത്തോട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് എടുത്ത് വെച്ചേക്കുക. അപ്പം ആ ചിക്കൻ റെഡി. ഞാൻ ഇത് ഫിലിം ചെയ്തു, പക്ഷേ ഫോർ സം റീസൺ അതെന്തോ ആഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം അതുകൊണ്ടാണ് റെസിപ്പി ലാസ്റ്റ് പറയേണ്ടി വന്നത് കേട്ടോ. ഈ സൈഡിൽ കാണുന്നത് പിച്ചിപ്പോട്ട് ചിക്കൻ ഞാൻ ചെയ്ത് വെച്ചതാണേ.
അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പഫ്സിൻ്റെ ഫില്ലിങ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി. വേറൊരു പാൻ എടുത്തിട്ട് അതും ശരിക്കും ഫില്ലിങ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ഇതുവരെയുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇത് ഞാൻ ചിക്കൻ മിൻസ്ഡ് ചിക്കൻ ബീഫ് വേവിച്ച് വെച്ചതാണ് മിൻസ്ഡ്. അപ്പം അതെന്താ ചെയ്തതെന്ന് വെച്ചാൽ അതിനകത്ത് സെയിം വേറൊരു പാൻ എടുത്തിട്ട് അതിലോട്ട് കുറച്ച് കോക്കനട്ട് ഓയിൽ, ഒരു 2 ഒനിയൻ, ഒരു ഒരു സ്മോൾ പീസ് ജിഞ്ചർ, അതെല്ലാം കൂടെ സോട്ട് ചെയ്തിട്ട് നല്ലപോലെ ട്രാൻസ്പെറൻ്റ് ആകുന്ന വരെ നല്ലപോലെ വെച്ചു. എന്നിട്ട് അതിന് ശേഷം നല്ലപോലെ ട്രാൻസ്പെറൻ്റ് ആയതിന് ശേഷം അതിനകത്തോട്ട് ഈ മിൻസ്ഡ് ചിക്കൻ ബീഫ് വേവിച്ചത് ആഡ് ചെയ്യായിരുന്നു. എൻ്റേത് ഞാൻ ഫ്രീസ് ചെയ്ത് വെച്ചിരുന്നതുകൊണ്ട് നല്ലതായിട്ട് തണുത്തിരുന്നതുകൊണ്ട് ഞാൻ കുറച്ച് നേരം അധികം ഇളക്കി കുറച്ച് കട്ടയൊക്കെ ഇങ്ങനെ പൊടിക്കേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മൂടി വെച്ച് അപ്പം എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേരം ഒരു മൂടി വെക്കേണ്ടി വന്നു. പക്ഷെ നിങ്ങൾ അന്നേരം വേവിക്കുന്ന ബീഫാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് റെഗുലർ ബീഫ് വേവിച്ചിട്ട് ഇങ്ങനെ പിച്ചെടുത്താലും മതി കേട്ടോ. അപ്പം ഞാൻ മിൻസ്ഡ് എടുത്തതേ ഉള്ളൂ, എൻ്റെ അതുണ്ടായത് കൊണ്ട്. അത് കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് ബീഫ് ആഡ് ചെയ്തല്ലോ, കുറച്ച് പെപ്പർ പൗഡർ, പിന്നെ ഗരം മസാല, പിന്നെ കറി ലീവ്സും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ആഡ് ചെയ്തത് കുറച്ച് കെച്ചപ്പാണ്. ടൊമാറ്റോ നിങ്ങൾക്ക് ആഡ് ചെയ്യാം, ആഡ് ചെയ്തിട്ട് പക്ഷേ ടൊമാറ്റോ ചിലപ്പോൾ നമ്മളിത് ബേക്ക് ചെയ്തിട്ടാണ് എടുക്കുന്നത്, ഫ്രൈ ചെയ്യല്ല. അപ്പോൾ ഇങ്ങനെ ഒരു വെള്ളം ഒലിച്ച പോലെ ഇരിക്കും. അതുകൊണ്ട് ഞാൻ മിക്കവാറും തന്നെ ഈ പഫ്സൊക്കെ ഉണ്ടാക്കുമ്പോൾ ടൊമാറ്റോസ് അങ്ങനെ ആഡ് ചെയ്യാറില്ല. ഞാൻ അതിന് പകരം കെച്ചപ്പാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഹെയിൻസിൻ്റെ ടൊമാറ്റോ കെച്ചപ്പാണ്. നിങ്ങളുടെ കയ്യിൽ ഏത് കെച്ചപ്പാണോ ഉള്ളത് അത് യൂസ് ചെയ്യാം. ഞാൻ ഏകദേശം ഒരു 2 സ്പൂൺ ഇട്ട്, നിങ്ങളത് ഇട്ട് നോക്കിയിട്ട് നല്ലപോലെ ഇളക്കി, ഏകദേശം ചെറിയൊരു പുളി മതിയല്ലോ, പഫ്സിന് ഒരുപാട് പുളിയൊന്നും വേണ്ടല്ലോ. അപ്പം പുളി നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യം പോലെ നിങ്ങളുടെ ബീഫ് എത്ര ഉണ്ടെന്ന് വെച്ചാൽ അത്രയും അതുപോലെ പിന്നെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഉപ്പും നോക്കിയിട്ട് വേണം ആഡ് ചെയ്യുക. നമ്മൾ ഓവർ പുളിയും സോൾട്ടിയും ഒക്കെ ആയിപ്പോയിട്ടുണ്ടെങ്കിൽ പഫ്സ് നമ്മളെ മൊത്തത്തിൽ കുളമായി കിട്ടും. അപ്പം അത് കഴിഞ്ഞിട്ട് ഈ കെച്ചപ്പും കൂടെ ആഡ് ചെയ്ത് ആവശ്യത്തിനുള്ള ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടിട്ട് പിന്നെ അത് നല്ലപോലെ ഇളക്കി മൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഫ്സിൻ്റെ ഫില്ലിങ് റെഡി ആയിട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ അന്ന് ചിക്കൻ ഉണ്ടാക്കിയതും ഫ്രൈ ചെയ്തതൊക്കെ കുറച്ച് അധികമായി പോയതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് ഇറച്ചിപ്പുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇവിടെ എല്ലാ ദിവസവും മിക്കവാറും രാവിലെയും വൈകുന്നേരമൊക്കെ പുട്ടാണ് കേട്ടോ. അതിൻ്റെ ഒരു കഥ വേറെ ഉണ്ട്. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ ദേശീയ ഭക്ഷണം പുട്ടാണ്. അപ്പം ഞാനാണെങ്കിൽ ഇത് രാവിലെ 2 കഷ്ണം ബാക്കിയിരുന്നതാണ്. ബാക്കി പുട്ടുപൊടി നനച്ചതിനകത്തോട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തത്, ഫ്രൈ ചെയ്ത് വെച്ചിരുന്നല്ലോ നേരത്തെ, അത് ഫില്ല് ചെയ്തിട്ട് കുറച്ചിങ്ങനെ ഇറച്ചിപ്പുട്ട് പോലെയാക്കി. അപ്പോൾ പിന്നെ അധികം കറിയൊന്നും ആർക്കും വേണ്ടല്ലോ. അപ്പം അത് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീസറിൽ വെക്കാം, ഫ്രീസ് ചെയ്യാം. ഞാൻ പിന്നെ ബീഫിൻ്റെ ഫില്ലിങ്ങൊക്കെ ബാക്കി ഉണ്ടായിരുന്നൊക്കെ അങ്ങനെയൊക്കെ ഫ്രീസ് ചെയ്താണ്. ഇതായിരുന്നു എൻ്റെ ഇറച്ചിപ്പുട്ട്. എല്ലാവർക്കും നല്ല ഇഷ്ടമായി കേട്ടോ. കാരണം അതിൻ്റെ മുകളിൽ മുളകും എല്ലാം ഉണ്ടായിരുന്നുകൊണ്ട് പിന്നെ വേറെ അധികം കറിയൊന്നും വേണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു സ്പെഷ്യൽ പുട്ടും കൂടി ഉണ്ടാക്കി അന്ന്. പിന്നെ ഞാൻ പിറ്റേന്ന് രാവിലെ പഫ്സ് ജസ്റ്റ് ഉണ്ടാക്കുന്നതും കൂടി ഇതിനകത്ത് ആഡ് ചെയ്ത്, കാരണം ഒരു കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടിയാണ്. അപ്പം പഫ്സ് ഞാൻ 2-3-4 എണ്ണം ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് ഇത് ഫില്ലിങ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ പ്രസിഡൻസ് ചോയ്സിൻ്റെ ബട്ടർ പഫ് പേസ്ട്രിയാണ് കേട്ടോ എടുത്തത്. അപ്പം ഇതിനകത്ത് ഒരു പാക്കറ്റ്, ഇത് ഫ്രോസൺ ആണ്, ഞാൻ മുമ്പേ വാങ്ങിച്ച് വെച്ചിരുന്നായിരുന്നു. അതുകൊണ്ടാണ് പഫ്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്നത് തന്നെ. അപ്പം ഇതിനകത്ത് ഒരു പാക്കറ്റിനകത്ത് 2 ഇതുപോലത്തെ റോള് കാണും. അതിങ്ങനെ ബട്ടർ പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തായിരിക്കും. നമ്മൾ എടുക്കുന്നതിൻ്റെ ഒരു 10-15 മിനിറ്റ് എടുത്ത് മുമ്പ് പുറത്തേക്ക് വെച്ചിരുന്നാൽ നല്ല സോഫ്റ്റായിട്ട് വരും. ഞാൻ പുറത്തേക്ക് എടുത്തേക്കാൻ മറന്നു പോയത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മൈക്രോവേവിൽ ഡീഫ്രോസ്റ്റ് ചെയ്യേണ്ടി വന്നു. ഡീഫ്രോസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ സൈഡൊക്കെ കുറച്ചിങ്ങനെ പൊട്ടിയൊക്കെ പോകും. നിങ്ങൾ എടുക്കുന്നതിൻ്റെ ഒരു 10-15 മിനിറ്റ് മുമ്പേ പുറത്തേക്ക് എടുത്ത് വെക്കണം കേട്ടോ. ഞാൻ ആദ്യം ഉണ്ടാക്കിയപ്പം ഇത് 6 കഷ്ണമായിട്ട് കട്ട് ചെയ്തു. അങ്ങനെ ഉള്ളതാണ് ഞാൻ ആ ട്രേയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതാണ് കറക്റ്റ്. പിന്നെ ഞാൻ വിചാരിച്ചു ഒന്നും കൂടെ ചെറിയ കഷ്ണമാക്കിയിട്ടുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഒന്നും കൂടെ 9 കഷ്ണമാക്കി. 9 കഷ്ണമാക്കുമ്പോഴത്തേക്കും ഭയങ്കര ചെറിയ കഷ്ണമായി. അപ്പോൾ നമുക്ക് ഫില്ലിങ് ഇടുമ്പോഴേക്ക് അത് പിന്നെ മടക്കാനായിട്ട് പറ്റില്ല. അപ്പം അതൊരു
ഫ്ലോപ്പായ ഒരു ഐഡിയ ആയിപ്പോയി. അപ്പോൾ ഞാൻ അങ്ങനെ കട്ട് ചെയ്ത്, പക്ഷേ അത് ഞാൻ പിന്നെ ഡിസ്കാർഡ് ചെയ്യേണ്ടി വന്നു. കാരണം അതിനകത്ത് ഫില്ലിങ് ഇടാൻ പറ്റില്ല. നമ്മൾ ഫില്ലിങ് കറക്റ്റ് ഉള്ളിൽ വെച്ച് അത് മടക്കാനുള്ള സ്ഥലം ഇല്ലെങ്കിൽ നമ്മൾ ഈ പഫ്സ് നമ്മൾ ബേക്ക് ചെയ്ത് വരുമ്പോഴേക്ക് ഇങ്ങനെ വീർത്ത് വരും. അപ്പം അത് പൊട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഫില്ലിംഗ് ഒക്കെ പുറത്തേക്ക് വരും കേട്ടോ. അപ്പം എനിക്ക് തോന്നുന്നു 6 പീസ് തന്നെ ആക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ചെറിയ പീസാക്കി കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. ഞാൻ 2-3 ഉണ്ടാക്കി നോക്കി, പക്ഷേ ചെറുതായത് കാരണം കൊണ്ട് പിന്നെ ഞാനത് ചെയ്തില്ല കേട്ടോ. പിന്നെ ഞാനത് ഡിസ്കാർഡ് ചെയ്തിട്ട് വേറെ എടുക്കേണ്ടി വന്നു. പിന്നെ നമ്മൾ ഫില്ലിങ് ഇടുമ്പോൾ 1 സ്പൂൺ ഫില്ലിങ് എങ്കിലും ഒരു പഫ്സിനകത്ത് ഇടണം. എന്നാലേ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഫുള്ള് ഈ മാവ് തന്നെ ആയിപ്പോവും. ഇത് ഓൾ പർപ്പസ് ഫ്ലോറിൻ്റെ മാവാണ്, ഇതാണല്ലോ. അപ്പം അതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഫില്ലിങ് ഇട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മടക്കി വെച്ച് അതിൻ്റെ സൈഡ് ഫോർക്ക് വെച്ച് അമർത്തി വെച്ചിട്ടേ ഉള്ളൂ. ഇങ്ങനെ ചെയ്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് 4 സൈഡും മടക്കി അങ്ങനെ സാധാരണ പഫ്സിൻ്റെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, അങ്ങനെ വേണമെങ്കിലും ആക്കിയെടുക്കാം. നിങ്ങളുടെ ഐഡിയ പോലെ എങ്ങനെ വേണമെങ്കിലും അതിൻ്റെ രൂപം മാറ്റിയിട്ട് ചേഞ്ച് ചെയ്തെടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് എല്ലാം നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം ബേക്കിംഗ് ട്രേയിൽ വെച്ചിട്ട് ഒരു ബട്ടർ പേപ്പറിനകത്ത് കുറച്ച് അകലത്തിലായിട്ട് ഇങ്ങനെ നിരത്തി വെക്കണം. എന്നിട്ട് ഒരു എഗ്ഗ് ബീറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ബ്രഷ് ചെയ്ത് വെക്കണം. നമ്മൾ ഈ പഫ്സിൻ്റെയൊക്കെ മുകളിൽ നല്ലൊരു ഷൈനിങ് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ എഗ്ഗിൻ്റെ ചെറിയൊരു ടേസ്റ്റും വരും. ഭയങ്കരമായിട്ട് കുറേ വേണ്ട കേട്ടോ, ചെറുതായിട്ട് ജസ്റ്റ് മേലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. 2 സൈഡിലും തിരിച്ചും മറിച്ചും വെച്ചിട്ട് അതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം. എൻ്റെ ഈ ഗ്യാസ് റേഞ്ചിന് 2 ഓവൻ ഉണ്ട്. ഒന്ന് ടോപ്പിലും ഒന്ന് ബോട്ടമും ഉണ്ട്. അപ്പോൾ ഈ ഒന്ന് ചെറുതും ഒന്ന് വലുതാണ്. അപ്പോൾ കുറച്ച് സാധനങ്ങളില്ലെങ്കിൽ ഞാൻ എപ്പോഴും ടോപ്പ് ഇതിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമുക്കൊരു 320 ഫാരൻഹീറ്റിൽ 30 മിനിറ്റ്സ് സെറ്റ് ചെയ്തിട്ട് ഇത് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ബേക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, എനിക്ക് 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഒരു 10-15 മിനിറ്റ് കൂടെ ഞാൻ വെക്കേണ്ടി വന്നു. ചിലപ്പോൾ അതിൻ്റെ ശരിക്കും ഒരു ബ്രൗൺ കളറാവുന്ന വരെ വെക്കാം. അത് ചിലപ്പോൾ ചില പഫ് പേസ്ട്രിക്ക് അതിന് ഭയങ്കര കട്ടിയായിട്ട് ഉണ്ടാവും. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു വ്യത്യാസം കൊണ്ടാണ് നമുക്ക് പിന്നെയും കുറച്ച് സമയം കൂടെ വെക്കേണ്ടി വരുന്നത്. അല്ലെങ്കിൽ ഉള്ള ഒരു വേവാത്ത പോലെ തോന്നി. ഇതാണ് എൻ്റെ ഫൈനലി ഞാൻ ഉണ്ടാക്കിയെടുത്ത പഫ്സ്. എല്ലാം കൂടെ ട്രെയിൽ നിരത്തി വെച്ചതൊക്കെ എടുക്കാനായിട്ട് ഞാൻ മറന്നുപോയി കേട്ടോ. അപ്പം ഞങ്ങൾ ട്രിപ്പ് പോകുന്നൊരു വീഡിയോ ഞാൻ ഉടനെ വീണ്ടും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. താങ്ക് യു.